ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷനാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെക്കറേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 6 ഇഞ്ച് സൈസിലാണ് ഈ ഒരു കേക്കിന് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീനും കുറച്ച് യെല്ലോ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളറ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. പൈപ്പിംഗ് ബാഗിൽ ചെറിയ ഹോളാക്കിയിട്ട് ചെറിയ കുത്തായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. നമ്മൾ അത്യാവശ്യം ചെറിയ സൈസിൽ മതി. വലിയ സൈസിലാകുമ്പോൾ ഈ ഒരു ഫ്ലവർ വലിയ ഫ്ലവറായിട്ട് വരും കേട്ടോ. വലിയ ഫ്ലവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബഡ്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ബഡ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യണത്. അപ്പോൾ ഈ ഓരോ ഡോട്ട്സിന് ഇതുപോലെ ഉള്ളിലേക്കായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ, ഓരോ ഡോട്ട്സിനും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫ്ലവറായിട്ട് വരും. ഇപ്പോൾ ഒരു ഫ്ലവറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് കുറച്ച് ഡോട്ട്സ് ഇട്ടിട്ട് അടുത്ത ഫ്ലവർ ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് ചെറിയ ഫ്ലവർ മതി എന്നുണ്ടെങ്കിൽ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ ഡോട്ട്സിൻ്റെ എണ്ണം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെറ്റൽസ് കുറവായിട്ട് വരും. അങ്ങനെ നമുക്ക് എത്ര സൈസിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അതുപോലെ തന്നെ എത്ര സൈസ് കുറച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ ഇതുപോലെ ബഡ്സ് വെച്ചിട്ടുള്ള ഡെക്കറേഷന്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഡോട്ട്സിന് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പെറ്റലായിട്ട് വരും. അപ്പോൾ ഈ ഒരു പെറ്റലിനെ നമുക്ക് ഫ്ലവറായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്കിന് ഫുള്ളായിട്ട് ഇതുപോലെ പെറ്റൽസ് കൊടുക്കുക, ഡോട്ട്സ് കൊടുത്തിട്ട് പെറ്റൽസ് ആക്കി എടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മുകളിലും അതുപോലെ സൈഡിലും എല്ലാത്തിലും ഞാൻ ഈ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് ഓരോ ഡോട്ടായിട്ട് ഇടയിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഓരോ ഡോട്ട് വേറെ കളറിലായിട്ട് ഫ്ലവറിന് കറക്റ്റ് ഫ്ലവറിൻ്റെ ലുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് ഒരു സെൻറ്ററിലായിട്ട് ഒരു ചെറിയൊരു യെല്ലോ കളർ വെച്ചിട്ടുള്ള ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവറിന് ഒന്നും കൂടി ഭംഗിയായിട്ട് തോന്നും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ഫ്ലവറിനും ഇതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു കേക്കിന് മാച്ചായിട്ടുള്ള ഒരു ഫ്ലവറും ലീഫും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഡെക്കറേഷനാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാം, ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ നമുക്ക് ഓരോ ഫ്ലവേഴ്സും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സെറ്റായിട്ടുള്ള ക്രീമാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനും ഫിനിഷിങ്ങിൽ കിട്ടും.
അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു ഡെക്കറേഷൻ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്